സന്തോഷമായിട്ടിരിക്കണം. ഇത്രയും വയസ്സ് വരെയൊക്കെ നമ്മൾ ജീവിച്ചില്ലേ, ഇനി അങ്ങ് ജീവിച്ചോളും അതുപോലെയൊക്കെ. എന്നും ഭഗവാനെ വിളിക്കുകയല്ലേ, കഷ്ടപ്പാടൊന്നും വരുത്തൂല കേട്ടാ. ചിരിക്കുമ്പോൾ എന്തൊരു സുന്ദരിയാണ്, കരയണ്ട. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ്. ഇത് മണ്ണഞ്ചേരി തമ്പകച്ചൂട് സ്കൂളിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു കൊച്ചു കട കേട്ടോ. അപ്പോൾ കമലമ്മ അമ്മ പറയുന്നത് 85 വയസ്സ് കഴിഞ്ഞു എന്നാണ്. പക്ഷെ അമ്മയുടെ മോള് കൂടാതെ എൻ്റെ അടുത്ത് പറയാം 85 90 ആയിട്ടുണ്ട് എന്ന്. പക്ഷേ ഈ പ്രായത്തിലും ഒരു കുഞ്ഞ് ചായക്കട നടത്തുന്നുണ്ട്. ഇവിടെ അങ്ങനെ ചായയോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല, ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളാണ്. അവൽ നനച്ചത്, അതുപോലെ അമ്മയുടെ ഒരു സ്പെഷ്യൽ കപ്പ വറുത്തത്, ഉണ്ണിയപ്പം, നെയ്യപ്പം, പരിപ്പ് വട, ഇതൊക്കെയാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ആള് ഭയങ്കര ഉഷാറായിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ ഞങ്ങൾ 7 മണിക്ക് വരുമ്പോഴേ ഇവിടെ എല്ലാം തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷനാണ് ഈ പ്രായത്തിൽ ഇവർ ഈ ജോലി ചെയ്യുന്നല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ വീട്ടിലുള്ള മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. എല്ലാവരും പറയും വെറുതെ ഇരിക്കുക, ഇനി ഇത്ര പ്രായമൊക്കെ പണിയെടുത്തില്ലേ മതി എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്ന ഒരു സാധനമുണ്ട്, ഞാനിങ്ങനെ വരുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല, ഓരോ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല, വീട്ടിലിരുന്നാൽ ഞാൻ രോഗിയായി മാറും എന്നുള്ളത്. അതാണ് ഇവരൊക്കെ. ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടതും അത് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇത് കപ്പ വാട്ടി പുഴുങ്ങി വെച്ചേക്കും കേട്ടോ. എന്നിട്ട് അരിഞ്ഞെടുക്കും. അത് വാട്ടാനുള്ളത് അല്ലേ. ഇത് പുഴുങ്ങിയേച്ച അല്ലേ അരിയണം? പുഴുങ്ങിയേച്ച അരിയുള്ളൂ, എളുപ്പമുണ്ട് പുഴുങ്ങിയ. ഇനി ഇതിൽ മുളക് പൊടിയൊക്കെ ചേർക്കും അല്ലേ? മുളക് പൊടി ഉപ്പും. ഇത് ഇവിടെ ചൂടാകും. അതങ്ങനെ തിരുമ്മി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ കപ്പ വറുത്തത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കനം നോക്ക്, കണ്ടോ, അത്രയ്ക്ക് ക്രിസ്പിയാണ്. അതെ ഓക്കെ. ഇതിവിടെ ഞാൻ ഉമ്മച്ചേച്ചിയുടെ അമ്മയുടെ മോളെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിളിച്ചാൽ നിങ്ങൾക്ക് മേടിച്ച് ഓർഡർ ചെയ്യാം. അതായത് പ്രത്യേകിച്ച് ഈ ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾക്കാണെങ്കിൽ കുറേ ദിവസം ഇത് ഇരിക്കും. ഇത്രയും നൈസായിട്ട് അരിഞ്ഞുണ്ടാക്കണോണ്ടേ നല്ല ഒരു പണി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, ഭയങ്കര സ്വാദാട്ടോ. ഇതിപ്പോൾ ഉപ്പിട്ട് വറുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതല്ലാതെ ഇതിനകത്ത് മുളക് പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് വെച്ചേക്കണതുണ്ട്. ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ എനിക്ക് അതാണ് എടുത്തത്. ഇവിടെ ഒന്നും റെഡിയായി ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ആദ്യം തന്നെ ഈ കപ്പ വറുത്തതും പിന്നെ അവൽ നനച്ചതും ഒക്കെ എടുത്തു തന്നെ. ഭയങ്കര സ്വാദാണ്. അത് കഴിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് മാത്രം അന്വേഷിച്ച് വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ ഓർഡർ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ അവൽ വിളയിച്ചതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതൊക്കെ ഒരാഴ്ചയൊക്കെ ഇരിക്കും, നല്ലപോലെ വിളയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്ക് കൊണ്ടുപോകണമെങ്കിൽ ഉമ്മച്ചേച്ചിനെ വിളിച്ചാൽ മതി കേട്ടോ. എത്ര ക്രിസ്പിയാന്ന് നോക്ക്, കരുകരാന്നിരിക്കുകയാണ്. നമ്മളെ ഓരോ കടയിൽ ചെല്ലുമ്പോൾ പല പല സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നമ്മൾ കടയിൽ കാണാത്തൊരു സാധനം കാണിച്ചാലേ, അവൽ നനച്ചത്. അതും നല്ല പരിപ്പും എള്ളും ഒക്കെ വറുത്തിട്ടിട്ട് ഭയങ്കര സ്വാദാട്ടോ. ഞാൻ കഴിച്ചതാണ്, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന കുറേ നേരമായിട്ട്. കപ്പലണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വറുത്തിട്ടിട്ടുള്ള അവൽ നനച്ചത്. ബാക്കി സാധനങ്ങളൊക്കെ റെഡി ആവണേ ഉള്ളൂ. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ അമ്മ എനിക്ക് ഇതാണ് എടുത്തു തന്നെ. ഭയങ്കര സ്വാദാണ്. നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ അവൽ നനച്ചത് കിട്ടൂലേ, അതുമാതിരി ഉണ്ട്. എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? 50 വർഷത്തോളമായി. അപ്പോൾ ഈ ചായയൊക്കെ മാത്രമേ ഉള്ളൂ? ചായ അന്ന് എല്ലാം ഉണ്ടായിരുന്നു. ഊണൊക്കെ ഉണ്ട്. ചായ പറയുന്നവർക്ക് ഊണ് ശരിയാക്കി കൊടുക്കും. പിന്നെ എല്ലാ ദിവസവും ഇല്ല, ചിലവില്ലല്ലോ. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ശരിയാക്കി കൊടുക്കും, അതേ ഉള്ളൂ. അന്ന് ഭർത്താവ് ഉണ്ടായിരുന്നു, മരിച്ചിട്ട് ഇപ്പോൾ 17 വർഷമായി. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 85 വയസ്സായി. അപ്പൊ എത്ര മണിക്ക് ഇവിടെ അമ്മ വരും? 7 മണിക്ക് വരും. 5:30 ആകുമ്പോൾ അടച്ചിട്ട് പോകും. ചായ കുടിക്കാനൊക്കെ ആളുകൾ വരുവോ? ചായ ഇല്ല, ചായ ആയിട്ടില്ല. ഇതുപോലെ വല്ലവരും വന്നാൽ ചായ ഇട്ട് കൊടുക്കുന്നു. എല്ലാം കൂടി ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ അവല് നനച്ചത്, കപ്പ, പിന്നെ എന്നാ കൊടുക്കണം? പിന്നെ സുര്യൻ, നെയ്യപ്പം, പരിപ്പ് വട ഒക്കെ ഉണ്ടാക്കും. ഇതൊക്കെ അമ്മ ഉണ്ടാക്കും? ഇപ്പൊ ഉണ്ടാക്കും. പരിപ്പ് വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അതിവിടെ അരയ്ക്കാനൊക്കെ സൗകര്യം? അരയ്ക്കാൻ ഇവിടെ മിക്സി ഉണ്ട്, ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ ഉച്ചക്ക് ചോറുണ്ടാനൊക്കെ വീട്ടിൽ പോകും? ചോറ് കൊണ്ടുതരും. അവര് വീട്ടിൽ നിന്ന് കൊണ്ടുതരും. അത് കഴിഞ്ഞ് ഞായറാഴ്ച തുറക്കൂല? നാളെയും തുറക്കും. എല്ലാ ദിവസവും ഉണ്ട്. നാളെ ഒരു ഓർഡർ ഉണ്ട്, പൊരി
പഴംപൊരി ഉണ്ട് കൊടുക്കണം ഒരാൾക്ക്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞായിരുന്നു അമ്മ ഉണ്ടാക്കി കൊടുക്കും? ഉണ്ടാക്കി കൊടുക്കും. എത്രയായാലും കൊടുക്കുക? എപ്പോഴായാലും കൊടുക്കും. നാളെ ഒരു 11 മണിയാകുമ്പം 40 പഴംപൊരി 35 ഉണ്ടയും കൊടുക്കണം. അപ്പോൾ രാവിലെ വന്ന് മൂലം ഉണ്ടാക്കണം. ഇന്നേ ശർക്കരയൊക്കെ ഉരുക്കി അരിച്ച് വയ്ക്കണം, എന്നാലേ സമയം പോകത്തില്ലേ. ഇതൊക്കെ ഇന്നേ ചെയ്തു വെക്കും, എന്നിട്ട് നാളെ രാവിലെ വന്ന് എല്ലാം ചെയ്യും, എല്ലാം വറുത്ത് കൊടുക്കും. അമ്പലത്തിന്റെ നടയിലാണ് കടയിരിക്കണേ. കൃഷ്ണനെയാണ് ഇഷ്ടം, ധന്വന്തരിമൂർത്തി. ഗുരുവായൂരൊക്കെ പോയിണ്ടപ്പാ? മിക്കവാറും പോവും. എങ്ങനെ പോവും? ടൂറിസ്റ്റ് പോകും. ഞാൻ 7 മണിക്ക് വരുമ്പോൾ പരിപ്പ് വടക്ക് ഇത് വെള്ളത്തിൽ കഴുകിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതാ പരിപ്പ് വട ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ പരിപ്പ് വട കിട്ടിയത്. ഭയങ്കര ചൂട് പരിപ്പ് വട. ഒന്നും പറയാനില്ല. അവൽ നനച്ചത് കഴിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അവലൊക്കെ നമ്മൾ എത്രയോ വിളയിച്ചതൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അമ്പലത്തിൽ നിന്നൊക്കെ തരുന്ന മാതിരി അത്രയും ഒരു രസം ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ. അത് കഴിഞ്ഞ് കപ്പ വറുത്ത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വീണ്ടും എന്തൊക്കെയോ ഒരു പ്രത്യേകതകളുണ്ട്. ഇതും അങ്ങനെ തന്നെ, സാധാ ഒരു പരിപ്പുവടയുടെ മാതിരിയല്ല, എന്തൊക്കെയോ ഒരു പ്രത്യേകതകളുണ്ട്. നമ്മളിവിടേക്ക് വരുന്നതേ നമ്മൾ യൂട്യൂബ് ചാനലിൽ വന്നൊരു കമൻറ്റ്, ആര്യയിട്ടൊരു കമൻറ്റാണ്. ആര്യനെ എനിക്കറിയില്ല. ടീച്ചറെ, എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു അമ്മൂമ്മ നടത്തുന്ന കടയുണ്ട്, 80 വയസ്സൊക്കെ കഴിഞ്ഞു, ഒരു വീഡിയോ എടുക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് അങ്ങനെ മനസ്സിൽ കുറിച്ചിട്ടതാണ്. പക്ഷെ വരാൻ വേണ്ടി പറ്റിയില്ല. തമ്പകച്ചൂടൊന്നും ഞാൻ കേട്ടിട്ടുമില്ല, ആലപ്പുഴ ജില്ലയാണെന്ന് അറിയാമെന്നല്ലാതെ. അത് കഴിഞ്ഞ് നമ്മുടെ ഐപ്പ് വള്ളിക്കാടൻ, അപ്പോൾ ഐപ്പേട്ടൻ്റെ ഒരു വീഡിയോ ഈ അമ്മൂമ്മയുടെ കണ്ടു. അപ്പോൾ ഈ തമ്പകച്ചൂട് സ്കൂളിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, എനിക്കിങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ അമ്മമ്മേനെ തേടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. എപ്പോഴാണ് ഈ കട തുറക്കാമെന്നോ ഇവിടെ വന്ന ആളെ കാണുമെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇങ്ങ് പോകുന്നു, രണ്ടും കൽപ്പിച്ച്. ഞങ്ങൾ 7 മണിക്ക് എത്തുമ്പോൾ ആൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അമ്മമ്മേൻ്റെ അടുത്ത് വരണം. നല്ല സാധനങ്ങളാണ് കേട്ടോ ഉണ്ടാക്കി തരുന്നതൊക്കെ. നമ്മൾ മറ്റൊരിടത്തും കിട്ടാത്ത ഒരു സ്വാദ്, അതെനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത്. ആ ഒരു കൈപ്പുണ്യമൊക്കെ ആയിരിക്കും. അതുപോലെ അവർക്കും അതൊരു വലിയ ഉപകാരമാണ്. കാരണം ഇപ്പോൾ ചിലർ ചോദിക്കും, ഇത്രയും പ്രായമായില്ലേ വെറുതെ ഇരുന്ന് ഇവിടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് അവരുടെ സന്തോഷമാണ്. ഇങ്ങനെ നടക്കുമ്പോൾ അമ്മയ്ക്കൊന്നും അങ്ങനെ വിശ്രമിക്കാൻ അറിഞ്ഞുകൂടാ, ഇങ്ങനെ നടന്ന് ശീലിച്ചവരാണ്. ഉമ്മാനെ പറഞ്ഞു, കുഞ്ഞ് വയസ്സിലേ മുതൽ കഷ്ടപ്പാടും പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം അവരത് ജോലിയൊക്കെ ചെയ്യട്ടെ, അത് അവരുടെ സന്തോഷങ്ങളാണ്. നമുക്ക് ചെയ്യാൻ പറ്റുക ഇടയ്ക്ക് ഇതിലെ കൂടെ പോകുന്നവരാണെങ്കിൽ വന്ന് എന്തെങ്കിലും മേടിച്ച് അമ്മയെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓർഡർ അനുസരിച്ചിട്ട് കുറച്ചധികം ആയാലും ഇവരുണ്ടാക്കി കൊടുക്കും. ഉമ്മച്ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. പിന്നെ അമ്മ പറയും, ഇവിടെ വന്നു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞിട്ട് എല്ലാവരും പോകണമെന്ന് അല്ലേ, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറയും കേട്ടോ, ഇങ്ങനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ കടയിലേക്ക് എന്നാ ഇല്ലാത്തതെന്ന് വെച്ചാൽ മേടിക്കാം നമുക്ക്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ എല്ലാവരും ഉണ്ട്, വെളിച്ചെണ്ണയും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, പിന്നെ ചായ അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം അമ്മയ്ക്ക് ആവശ്യമുള്ളത് എന്നാന്ന് വെച്ചാൽ അമ്മ മേടിക്കട്ടെ. ഞാനപ്പോൾ അതിനുള്ളത് എൻ്റെ ഒരു സന്തോഷം ഞാൻ കൊടുത്തു വെച്ചുമ്പോൾ അമ്മയ്ക്ക് ആവശ്യമുള്ളത് തീരുമ്പോൾ എന്നാന്ന് വെച്ചാൽ മേടിച്ചോ കേട്ടോ, തീരണേ അനുസരിച്ച് മേടിച്ചാൽ മതി. അപ്പോൾ എല്ലാം ഇരിക്കണോണ്ട് ഞാനൊന്നും മേടിച്ചു കൊടുക്കണില്ല, അത് അമ്മ മേടിച്ചോളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം. അപ്പം ഞാൻ ഇടയ്ക്ക് വരാം കേട്ടാ, ഉഷാറായിട്ടിരിക്കണം. പരിപ്പുവട കൊണ്ടുപോക്കോളാം.